നമ്മൾ കുറച്ചുകൂടെ ഒരു സമയം ഫാത്തിമയുടെ പ്രസംഗം അല്ലെങ്കിൽ അവരെ പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾ കേൾക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ആ ഒരു വിഷൻ എന്ന് ഫാത്തിമ ഇവിടെ സൂചിപ്പിച്ചു. ഫാത്തിമ അറിയപ്പെടുന്നത് വിഷൻ ഇമ്പയർഡ് പേഴ്സൺ എന്നാണ്. അപ്പൊ കാഴ്ചപ്പാടല്ല, അവരുടെ ആ ദൃഢതയാണ് ഒരു കാര്യത്തിലേക്കുള്ള അവരുടെ തീരുമാനമാണ്. അത് നടപ്പിലാക്കാൻ എത്രത്തോളം ആ കുട്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇവിടെ പറയുകയുണ്ടായി. ആ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടത്. ഇവിടെ ഇപ്പോൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ലഹരിവിരുദ്ധ സന്ദേശം ഒക്കെ ഈ അടുത്ത കാലത്താണ് നമ്മൾക്ക് സംസാരിക്കുന്നത്. ഞാനും സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും ആകെ ഒരു പ്രതിജ്ഞയെ ചൊല്ലിയിട്ടുള്ളൂ. ഭാരതം എന്റെ രാജ്യമാണ്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരൻ, നമ്മളെല്ലാവരും സ്കൂളിൽ ചൊല്ലിയിട്ടുള്ള പ്രതിജ്ഞയാണ്. അതിനുശേഷം ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അതിന്റെ പ്രതിജ്ഞയാണ് ചൊല്ലിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് കൊച്ചുകുട്ടികളെ കൊണ്ട് തന്നെ നമ്മൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കേണ്ട ഒരു സാഹചര്യം ആണ് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത് എന്താണ്? ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് ജീവിതമാണ്. ജീവിതത്തിലെ ലഹരി ആസ്വദിക്കാൻ സാധിക്കാത്തത് ഇന്നത്തെ കുട്ടികൾക്ക് കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അവർക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല, മാതാപിതാക്കളോട് കമ്മിറ്റ്മെന്റ് ഇല്ല, സഹോദരങ്ങളോട് കമ്മിറ്റ്മെന്റ് ഇല്ല. അങ്ങനെ വരുന്നവർക്ക് ഈ സമൂഹത്തിനോട് തന്നെ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതാണ്. ഈ സമൂഹം അങ്ങനെ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തവർക്ക് അവസാനം സ്വയം തന്നെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഈ ജീവിതം എന്ന ലഹരിയിൽ നിന്ന് വഴിതെറ്റി മറ്റ് രാസലഹരികളുടെ പുറകിലെ സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഊട്ടി ഉറപ്പിക്കേണ്ടത് ആ സ്നേഹവും സാഹോദര്യവുമാണ്. വാർത്തകളിൽ വായിച്ചതെന്ന് പറയുന്നത് ഫാത്തിമ അൻഷിയുടെ ഒരു പറഞ്ഞ അല്ലെങ്കിൽ ഒരു പ്രസംഗത്തില് ഒരു ഭാജകം മാത്രമാണ്. അതായത് ഒരു IAS ഓഫീസർ ആവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനെ പറഞ്ഞതാണ്, ശരിയാണെന്നറിയില്ല, വാർത്തയിൽ വായിച്ചതാണ്. ഐ വാണ്ട് ടു എക്സ്പാൻഡ് ഇന്ത്യസ് സ്ട്രെങ്ത് ഗ്ലോബലി. എന്റെ രാജ്യത്തിന്റെ ശക്തി അന്തർദേശീയ തലത്തിൽ വ്യാപിപ്പിക്കണം എന്നാണ് ഫാത്തിമ അൻഷി സംസാരിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്, അതാണ് വിഷൻ എന്ന് പറയുന്നത്. അത് ഓരോരുത്തരും നമ്മുടെ കുട്ടികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അങ്ങനെ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയല്ല ഈ ലഹരി മാഫിയകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയാണ്, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയാണ്. നാളത്തെ തലമുറയെ നശിപ്പിക്കുന്നതോടുകൂടി ഈ രാജ്യത്തിന്റെ വളർച്ചയാണ് മുന്നിച്ചു പോകുന്നത്. അത് തിരിച്ചറിഞ്ഞ് ഇതുപോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മാറ്റാൻ കുട്ടികൾക്ക് സാധിക്കട്ടെ. ഇതുപോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനും ഒരുമ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ നൽകിയ സ്നേഹാദരവിനെ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.